നിങ്ങൾ ഇതുവരെ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള ഒരു പ്രൊപ്പഗേറ്റ് ആണ് ഇതിനകത്ത് ചെയ്യുന്നത്. അതായത് കമ്പയെ നിർത്തിക്കൊണ്ട് തന്നെ, ആ മരത്തെ നിർത്തിക്കൊണ്ട് തന്നെ നമ്മൾ പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതാണ്. ആപ്പിളാണ് ഇത്. 40 ദിവസം കൊണ്ട് തീരും. നിങ്ങൾ ഇങ്ങനൊരു വീഡിയോ കണ്ടു കാണത്തില്ല. നിങ്ങൾ ക്രാഫ്റ്റിംഗ് ചെയ്യുന്നതും പ്രൊപ്പഗേറ്റ് ചെയ്യുന്നതും ബട്ടി ചെയ്യുന്നതും ഒക്കെ ആയിട്ടുള്ള കണ്ടു കാണും. അപ്പൊ ഇത് കണക്കുള്ള ഒരു വീഡിയോ ആദ്യമാണെന്ന് എനിക്ക് തോന്നുന്നത്. ഞാനെങ്ങും ഇത് കണക്ക് വീഡിയോ കണ്ടിട്ടില്ല. എന്റെ ഒരു പരീക്ഷണമാണ്. പക്ഷെ നല്ല ഫലം തരും ഇത്. 40 ദിവസം കൊണ്ട് നമുക്കിത് ശരിയാവും. അപ്പൊ ഇത് കണക്ക് ആ കമ്പിന്റെ ആ മരത്തെ നിർത്തിക്കൊണ്ട് തന്നെ ആപ്പിളിന്റെ ആ ഒരു ഇത് കണക്ക് തന്നെ നിങ്ങൾ അതിന്റെ തൊലി അറുത്ത് മാറ്റുക. തൊലി കണ്ടിച്ച് മാറ്റിയിട്ട് ആ പിച്ചാത്തി കൊണ്ട് അത് ആ തൊലിയുടെ ബാക്കിയുള്ള അംശങ്ങളൊക്കെ അതിലിരിക്കും. അതിന്റെ അപ്പുറത്തേക്ക് അതും നമുക്ക് മാറ്റണം. അതിനു വേണ്ടിയിട്ട് ഇത് കണക്ക് ചെയ്ത് ചിരണ്ടി മാറ്റിയിട്ട് ഇത് കണക്ക് കറ്റാർവാഴ നമ്മൾ ഉപയോഗിക്കുക. കറ്റാർവാഴ ഇത് കണക്ക് കണ്ടിച്ച് അതിന്റെ ആ പേസ്റ്റ് പോലുള്ളത് ആ ഒരു തടിയെ പുരട്ടി വെക്കുക. ഇത് നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഒരു ചെലവുമില്ലാതെ ചെയ്യാൻ പറ്റും. 40 ദിവസം കൊണ്ട് നിങ്ങൾക്ക് ഇതിന്റെ ഫലം കാണാൻ പറ്റും. അത് ഇനി നമുക്ക് വേണ്ട ഒരു ഗ്ലാസ് ആണ്. ഈ ഗ്ലാസ് നമ്മൾ ഇത് കണക്ക് കത്രിക കൊണ്ട് നമുക്ക് മുറിച്ചെടുക്കണം. ഇത് കണക്ക് മുറിച്ച് അത് പൊട്ടാതെ നോക്കണം. കണ്ടമാനം അത് പൊട്ടി പോകും. അപ്പൊ 250 മില്ലിയുടെ ഗ്ലാസ്സാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആ ഗ്ലാസ് നിങ്ങൾ ഇത് കണക്ക് എങ്ങനെയാ ഇത് ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾ ഇതിനകത്ത് നോക്കണം. വളരെ സൂക്ഷിച്ച് ഇത് അതേ നമ്മൾ വെക്കേണ്ടതായിട്ടുണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ഇലക്ട്രിക്കലിന്റെ ടേപ്പ് കിട്ടും. ആ ടേപ്പ് കൊണ്ട് നമ്മൾ ആ ഗ്ലാസിന്റെ മുറിച്ച ഭാഗം നമ്മളത് ഇത് കണക്ക് മുറിച്ച ഭാഗം നമ്മളത് ഒട്ടിച്ച് അത് ചെയ്യുക. കാര്യം ഇതിനകത്ത് നമ്മൾ ഇനി അല്പം കാര്യങ്ങൾ ഇതിനകത്ത് ചെയ്യാനുണ്ട്. അപ്പം വേരൊക്കെ വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇനി മുന്നോട്ട് പോകുമ്പോഴത്തേക്ക് ഇതിന്റെ വേരൊക്കെ എങ്ങനെയാ ഉണ്ടാകുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത് കണക്ക് അപ്പൊ ആ ഗ്ലാസിനകത്ത് നമ്മൾ ഇടാനുള്ള മണ്ണ് നിങ്ങൾ ഏതെങ്കിലും മണ്ണ് മതി. പക്ഷെ അതിനകത്ത് നല്ല വെള്ളാംശം ഉണ്ടായി, അതായത് വെള്ളം അതിനകത്ത് ശരിക്കും ഉണ്ടായിരിക്കണം. മോയ്സ്ചർ നല്ല കണക്ക് മോയ്സ്ചറായിട്ടുള്ള ആ മണ്ണ് വേണം നിങ്ങൾ ഉപയോഗിക്കാൻ. അപ്പൊ കാര്യം 40 ദിവസം നമ്മൾ ഇത് നോക്കുന്നില്ല. ഇതിനെ കെട്ടിമൂടി വെക്കുന്നതാണ്. ഈ മണ്ണിനകത്ത് ആ കമ്പിരിക്കും. അപ്പൊ ഇത് കണക്കാണ് അതിന്റെ കാര്യം. നിങ്ങൾ കണ്ടില്ലേ എങ്ങനെയാ ഇത് വെക്കുന്നതെന്ന് നിങ്ങൾക്ക് ഇത് മനസ്സിലാകും. അതായത് ഇത് കണക്ക് നല്ല നോക്കി ഇതിനകത്ത് വെള്ളമയം കൂടുതലാണ്, അതായത് ഈർപ്പം കൂടുതലാണ് ഇതിനകത്ത്. നമ്മൾ ഇത് കണക്ക് നല്ല കണക്ക് അത് മണ്ണ് ആ ഗ്ലാസിനകത്ത് ഒതുക്കി നല്ല കണക്ക് വെക്കുക, ഒരു പരുവത്തിന് വെക്കുക. ഇനി നമുക്ക് ഒരു കറുത്ത കടലാസ് കൊണ്ട് നമുക്ക് കടലാസല്ല, നമ്മൾ ആഹാരമൊക്കെ നമ്മൾ പൊതിഞ്ഞെടുക്കാൻ എടുക്കുന്ന സ്പോയിൽ പേപ്പർ എന്ന് പറയാം. ആ പേപ്പറോ അല്ലെങ്കിൽ പ്ലാസ്റ്റിക്കോ ആണെങ്കിലും കുഴപ്പമില്ല. അപ്പൊ ഇത് ഇട്ട് നല്ല കണക്ക് ബന്ദോബസ്ത് ചെയ്യുക. നല്ല കണക്ക് നമുക്ക് ടൈറ്റായിട്ട് ഇത് വെക്കണം. അപ്പൊ ഈ മുറുക്കുന്ന സാധനം നിങ്ങൾക്ക് ഇലക്ട്രിക് കടയിൽ നിന്ന് കിട്ടും. വലിയ വിലയൊന്നും ആകത്തില്ല. 50 എണ്ണമൊക്കെ നിങ്ങൾക്ക് ഒരുപോലെ വാങ്ങിച്ചപ്പോൾ 5-10 രൂപയാകത്തുള്ളൂ. അപ്പോൾ ഒരു മുടക്കുമില്ലാതെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റിയ ഒരു കാര്യമാണിത്. നിങ്ങൾ 40 ദിവസം കഴിയുമ്പോൾ നോക്കണം, ഇത്ര നല്ലതുപോലെ അതിന്റെ വേരൊക്കെ വന്നിരിക്കും. നിങ്ങൾ നോക്കി ഞാൻ എങ്ങനെ കെട്ടിവെച്ചിരിക്കും. ഇപ്പൊ 40 ദിവസം കഴിയുകയാണ്. 40 ദിവസം കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ ഞാൻ ഇത് കട്ട് ചെയ്ത് കാണിക്കുകയാണ്. വളരെ അതായത് നമ്മൾ വേരും ആ ഗ്ലാസും ഒക്കെ ആയിട്ട് അവിടെ ഇരിക്കുന്നത് കൊണ്ട് സൂക്ഷിച്ച് കട്ട് ചെയ്യണം. നമ്മളത് കട്ട് ചെയ്തിട്ട് ഇത് കണക്ക് ആ പേപ്പർ നമ്മളെടുത്ത് മാറ്റുന്നു, പ്ലാസ്റ്റിക്കിന്റെ അത് മാറ്റുന്നു. നോക്കി ഇതിനകത്ത് എന്തുമാത്രം നല്ല കണക്കാണ് ഈ വേരുകളൊക്കെ വന്നിരിക്കുന്നത്. കരുത്തേറിയ ആ വേരാണ് ഇതിനകത്ത് വന്നിരിക്കുന്നത്. നിങ്ങൾ ഇത് കണക്ക് ആ ടേപ്പ് പൊട്ടിച്ച് മാറ്റുക. ടേപ്പ് മാറ്റിയിട്ട് പതിയെ ആ ഗ്ലാസ് അതിൽ നിന്ന് വിടിയിക്കാൻ നോക്കുക. ഗ്ലാസ് എടുക്കുമ്പോഴത്തേക്ക് ആ കമ്പിനോ അല്ലെങ്കിൽ അകത്തിരിക്കുന്ന മണ്ണോ പോകാതിരിക്കാൻ ശ്രമിക്കുക. നോക്കി ഇപ്പോഴും അതിൽ നല്ല ഈർപ്പമുണ്ട്. അതുകൊണ്ട് ആ വേരിത്രയും വന്ന ആ മണ്ണിന് നല്ല ഈർപ്പം ഉണ്ടായിരുന്നത് കൊണ്ട് ആ വേരിത്ര ഇതാണ് അതിന്റെ ആ ഒരു കമ്പയിലുള്ള ആ ഒരു ഇലയുടെ ഇതാണ് വന്നിരിക്കുന്നത്. അപ്പൊ നമുക്ക് വേര് വന്നതുകൊണ്ട് നമുക്ക് ഇതിന്റെ താഴെ നിന്ന് കണ്ടിച്ച് നമുക്ക് വേറെ നിങ്ങൾ ഗാർഡനിൽ വെക്കണമെങ്കിൽ ഗാർഡനിൽ വെക്കണം. ഇല്ല ചെടിച്ചട്ടിയിലാണ് നിങ്ങൾ വെക്കുന്നെങ്കിൽ ചെടിച്ചട്ടിയിൽ വെക്കണം. നിങ്ങൾക്ക് സുഖമായിട്ട് എവിടെ വേണേലും വെക്കാൻ പറ്റും. അത് കണക്ക് ഇതാണ് അതിന്റെ ഒരു പരുവ്. ഇത് നല്ല കണക്ക് ഇലയൊക്കെ വന്നിട്ടുണ്ട്. ഇത് നേരത്തെ ഉള്ള ഇല, ഞാൻ ഇപ്പം വന്നതല്ല, നേരത്തെ ഉള്ള ഇലയാണ്. ഒന്നുകൂടെ അതിന്റെ നാമ്പ് മുന്നോട്ട് പൊട്ടി വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇനി നമ്മൾ ഒന്നെങ്കിൽ ഞാൻ പറഞ്ഞു നിങ്ങൾ ഗാർഡനിൽ ഇത് വെക്കുക, ഗാർഡനിൽ കുഴിച്ചു വെക്കുക, ഇല്ലെങ്കിൽ ചെടിച്ചട്ടി എടുത്ത് ഇത് കണക്ക് വെക്കുക. പക്ഷെ ഇനിയിപ്പോ നിങ്ങൾ നേരത്തെ നിങ്ങൾ വെക്കുമ്പോഴത്തേക്ക് അധികം സൂര്യപ്രകാശം കൊള്ളുകയില്ലാത്തടത്ത് വെക്കണമായിരുന്നു. സൂര്യപ്രകാശം ഒരുപാട് ചൂട് കൊണ്ട് ആ വെള്ളം പറ്റിപ്പോയിട്ട് കമ്പ് ഉണങ്ങാൻ സാധ്യതയുണ്ട്. ഇതിപ്പോ നമ്മൾ ഗാർഡനിൽ വെക്കുകയാണെങ്കിൽ സൂര്യപ്രകാശം നല്ല കണക്ക് കിട്ടുന്നിടത്ത് വെക്കണം.